നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന സർക്കാർ പദ്ധതികളുടെയും ആനുകൂല്യങ്ങളുടെയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരേ വീഡിയോയിൽ നിരവധി സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഇവയാണ്. അതായത് വീടില്ലാത്തവർക്ക് പുതിയ ഭവന നിർമ്മാണ സഹായം, വീട് നവീകരിക്കാൻ സാമ്പത്തിക സഹായം, തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾക്ക് മാസം 1000 രൂപ ലഭിക്കുന്ന കണക്ട് ടു വർക്ക് പദ്ധതി, ജൂലൈ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ്, വാർഷിക മസ്റ്ററിംഗ്, റേഷൻ വിതരണത്തിലെ പ്രധാന മാറ്റങ്ങൾ, റേഷൻ അരിയുടെ നിലവാരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, മണ്ണെണ്ണ വിഹിതം കുറഞ്ഞതിന്റെ കാരണം, BPL റേഷൻ കാർഡിലേക്ക് മാറാൻ കഴിയുന്നവർ, അതുപോലെ പെൺകുട്ടികളുടെ വിവാഹ ധനസഹായ പദ്ധതികൾ, LPGക്ക് പകരമായി വരാനിരിക്കുന്ന എത്തനോൾ പാചക ഇന്ധനം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ക്ഷേമ പെൻഷൻ, റേഷൻ, കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിശ്വസനീയമായ വിവരങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഭവന നിർമ്മാണ പദ്ധതിയെ കുറിച്ച് നോക്കാം. കേരളത്തിൽ ഇന്നും സ്വന്തമായി സുരക്ഷിതമായ വീടില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് വീടുകൾ നിർമ്മിച്ച് ഇപ്പോൾ താമസയോഗ്യമല്ലാത്ത അവസ്ഥയിലായവരും ധാരാളമുണ്ട്. ഇത്തരക്കാരെ സഹായിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ വിവിധ ഭവന നിർമ്മാണ, ഭവന നവീകരണ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപേക്ഷ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട അവസരമാണ്. പലപ്പോഴും ആളുകൾക്ക് പദ്ധതി ഉണ്ടെന്ന് പോലും അറിയാതെ അപേക്ഷ നൽകാനുള്ള സമയപരിധി അവസാനിക്കാറുണ്ട്. വാർഡ് മെമ്പർമാർ ഒരിക്കലും ചില സമയത്തൊന്നും എല്ലാവർക്കും അറിയിക്കണമെന്നില്ല ഈ പദ്ധതികളുടെ കാര്യങ്ങൾ. അതിനാൽ ഈ വിവരം നിങ്ങളുടെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും അറിയിക്കണം. ഇനി അപേക്ഷിക്കാൻ കഴിയുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPL കുടുംബങ്ങൾക്ക്, സ്വന്തമായി വീടില്ലാത്തവർ, അപകടാവസ്ഥയിലുള്ള പഴയ വീട്ടിൽ താമസിക്കുന്നവർ, മേൽക്കൂര നിർമ്മിക്കാൻ, അതുപോലെ വിധവകൾ, ഭിന്നശേഷിക്കാർ, വനിതാ കുടുംബനാഥൽ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പറ്റും. അതുപോലെ ഗുരുതര രോഗമുള്ള കുടുംബങ്ങൾക്കും പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് ഇവർക്ക് അപേക്ഷകൾ പരിശോധിക്കുമ്പോൾ മുൻഗണന ലഭിക്കും. ഇനി ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും വാർഷിക പദ്ധതിയും ഫണ്ട് ലഭ്യതയും അനുസരിച്ചാണ് സഹായം അനുവദിക്കുന്നത്. ചിലർക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിക്കും. അതുപോലെ ചിലർക്ക് വീട് നവീകരണ സഹായം, ചിലർക്ക് മേൽക്കൂര മാറ്റാൻ സഹായം. ചില പഞ്ചായത്തുകളിൽ ശുചിമുറി നിർമ്മാണത്തിനും പ്രത്യേക പദ്ധതികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ നിലവിലുള്ള പദ്ധതി എന്താണെന്ന് നേരിട്ട് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപേക്ഷ നൽകുമ്പോൾ സാധാരണ ആവശ്യമായ രേഖകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ഭൂമിയുടെ രേഖകൾ, നികുതി രസീത്, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ആവശ്യമായാൽ വൈകല്യ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിധവാ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ വീടിന്റെ വിളിച്ച, അതുപോലെ മേൽക്കൂരയുടെ ഫോട്ടോ, ഒരു പോസ്റ്റ് കാർഡ് സൈസിന്റെ ഫോട്ടോയും ആവശ്യമായി വരും. ദയവേത് ഈ ഒരു അവസരം പാഴാക്കളയരുത്. നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുമായി ബന്ധപ്പെടുക. അപേക്ഷ നൽകിയ ശേഷം അപേക്ഷ സ്വീകരിച്ച ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കും. അർഹത ഉറപ്പാക്കിയാൽ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കും. തുടർന്ന് ഭരണസമിതിയുടെ അംഗീകാരവും ലഭിച്ചാൽ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന നടപടികൾ ആരംഭിക്കും. അതുകൊണ്ട് അപേക്ഷ നൽകിയ ഉടൻ സഹായം ലഭിച്ചില്ലെന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫീൽഡ് പരിശോധന എല്ലാം പൂർത്തിയായ ശേഷം നിങ്ങളുടെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നതായിരിക്കും. പരിശോധനയ്ക്ക് കുറച്ച് സമയമെടുക്കും. ഇനി കണക്ട് ടു വർക്ക് പദ്ധതി യുവാക്കൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന മറ്റൊരു പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. കേരളത്തിൽ പഠനം പൂർത്തിയാക്കിയിട്ടും ജോലി ലഭിക്കാതെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുണ്ട്. അവരെ തൊഴിൽ രംഗത്തേക്ക് എത്തിക്കുന്നതിനായി തൊഴിൽ നൈപുണ്യ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് കണക്ട് ടു വർക്ക്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പഠനം കഴിഞ്ഞ ഉടൻ ജോലി കണ്ടെത്താൻ കഴിയാത്തവരെ പരിശീലിപ്പിക്കുക, സ്വകാര്യ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുക, ഇന്റർവ്യൂ പരിശീലനം നൽകുക, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്തുക, ഡിജിറ്റൽ നൈപുണ്യം വർദ്ധിപ്പിക്കുക, തൊഴിൽ ലഭിക്കുന്നതുവരെ പ്രോത്സാഹനം നൽകുക. അതായത് മാസം 1000 രൂപ. ഈ പദ്ധതിയിൽ അർഹരായ തിരഞ്ഞെടുക്കപ്പെട്ട് പരിശീലനത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലന കാലയളവിൽ പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന സംവിധാനം തുടരുകയാണ്. ഇത് വലിയ ശമ്പളമല്ലെങ്കിലും ജോലി അന്വേഷിക്കുന്ന സമയത്ത് യാത്രാ ചെലവ്, പഠന സാമഗ്രികൾ, മറ്റ് ചെറിയ ആവശ്യങ്ങൾക്ക് വളരെയധികം ഉപകാരമാണ്. ഇനി ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ.
കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുണ്ട്. പ്രായമായ മാതാപിതാക്കൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിതരായ, 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ഈ പെൻഷനെ ആശ്രയിച്ച് മാസ ചെലവുകൾ നടത്തുന്നുണ്ട്. ഓരോ മാസവും പെൻഷൻ എപ്പോൾ ലഭിക്കുമെന്ന ചോദ്യമാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത്. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ജൂലൈ 24 അല്ലെങ്കിൽ ജൂലൈ 25 മുതൽ വിതരണം ആരംഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക സർക്കാർ ഉത്തരവ് പ്രസിദ്ധീകരിച്ച ശേഷം അന്തിമ തീരുമാനമുണ്ടാവും. അതിനാൽ ഇന്ന് തന്നെ പെൻഷൻ, നാളെ മുതൽ പെൻഷൻ എന്ന് പറയുന്ന തലക്കെട്ടുകൾ ശ്രദ്ധിക്കരുത്. ഇനി പെൻഷൻ തടസ്സപ്പെടാതിരിക്കാൻ വാർഷിക പൊതു മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ട നടപടികളിൽ ഒന്നാണ്. ഇത് പല ഗുണഭോക്താക്കളും അവസാന നിമിഷത്തിലേക്ക് മാറ്റിവെക്കാറുണ്ട്. അത് ഒഴിവാക്കുക. സർക്കാർ രേഖകളിൽ ഇപ്പോഴും ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടോ, അർഹത തുടരുന്നുണ്ടോ എന്ന വിവരങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടിയാണ് മസ്റ്ററിംഗ്. ഇതിലൂടെ രേഖകൾ പുതുക്കുകയും തെറ്റായ എൻട്രികൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇനി എന്തിനാണ് മസ്റ്ററിംഗ് നടത്തുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അർഹരായവർക്ക് മാത്രം പെൻഷൻ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ്. മരിച്ചവരുടെ പേരിൽ വിതരണം ഒഴിവാക്കാൻ, രേഖകൾ പുതുക്കാൻ, സർക്കാർ ഡാറ്റാബേസ് കൃത്യമാക്കാൻ, ഭാവിയിലെ വിതരണം സുഗമമാക്കാൻ. സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് പൊതുവെ മസ്റ്ററിംഗ് നടത്തുന്നത്. ചില ക്ഷേമനിധി ബോർഡുകൾ പ്രത്യേക ക്യാമ്പുകളും സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് പ്രത്യേക ക്യാമ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം ഉപയോഗപ്പെടുത്താം. നിലവിലെ അറിയിപ്പുകൾ പ്രകാരം സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് നടത്താനുള്ള അവസരമുണ്ട്. എന്നാൽ അവസാന ദിവസങ്ങൾ വരെ കാത്തിരിക്കാതെ കഴിയുന്നത്ര വേഗം പൂർത്തിയാക്കുന്നത് നല്ലതാണ്. ആധാർ കാർഡാണ് പ്രധാന രേഖ. അതുപോലെ കിടപ്പ് രോഗികൾക്ക് എന്ത് സൗകര്യമാണുള്ളതെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്താൻ സാധിക്കില്ല. കിടപ്പ് രോഗികൾ, ഗുരുതര രോഗികൾ, യാത്ര ചെയ്യാൻ കഴിയാത്തവർ എന്നിവർക്കായി വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം പല സ്ഥലങ്ങളിലും ലഭ്യമാണ്. ഇതിനായി ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തെയോ ബന്ധപ്പെട്ട അധികാരികളെയോ മുൻകൂട്ടി ബന്ധപ്പെടുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പിന്നീട് പരിശോധന പൂർത്തിയാക്കുന്നതുവരെ പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടതിനാൽ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. ഇനി റേഷൻ വിവരമാണ്. ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ്. ഇതുവരെ നിങ്ങളുടെ മാസവിഹിതം വാങ്ങിയിട്ടില്ലെങ്കിൽ ജൂലൈ 31-നകം വാങ്ങാൻ ശ്രമിക്കുക. അവസാന ദിവസങ്ങളിൽ റേഷൻ കടകളിൽ തിരക്ക് കൂടാൻ സാധ്യതയുള്ളതിനാൽ കഴിയുന്നത്ര നേരത്തെ തന്നെ വിഹിതം കൈപ്പറ്റുന്നത് നല്ലതാണ്. റേഷൻ കടയിൽ പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡും ആവശ്യമായ തിരിച്ചറിയൽ രേഖകളും കൈവശം കരുതുക. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പൊതുവിതരണ സംവിധാനത്തെ ആശ്രയിച്ചാണ് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിൽ മഞ്ഞ റേഷൻ കാർഡ് ഏറ്റവും അർഹരായ കുടുംബങ്ങളിൽ ഒന്നാണ്. ഈ വിഭാഗക്കാർക്ക് സർക്കാർ കൂടുതൽ സബ്സിഡിയോടെ അല്ലെങ്കിൽ സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നുണ്ട്. സാധാരണയായി ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ സൗജന്യ അരി, നിശ്ചിത അളവിൽ ഗോതമ്പ്, അതുപോലെ ചില മാസങ്ങളിൽ സബ്സിഡി നിരക്കിൽ ആട്ട പോലുള്ള അധിക ഭക്ഷ്യ വസ്തുക്കളും നൽകുന്നുണ്ട്. ഇനി പിങ്ക് റേഷൻ കാർഡിന്റെ കാര്യം നോക്കാം. സൗജന്യ അരി, ഗോതമ്പ് അത് ലഭ്യത അനുസരിച്ചും നൽകുന്നുണ്ട്. ഈ റേഷൻ കാർഡ് ഉടമകൾക്ക് കുടുംബങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുക. ഇനി നീല റേഷൻ കാർഡ്. ഈ മാസം ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സാധാരണ ലഭിക്കുന്ന അരിക്ക് പുറമെ 3 കിലോ ഗോതമ്പ്, 4 കിലോ ആട്ട ലഭ്യമാണ്. എന്നാൽ ലഭ്യത ജില്ലകൾക്കും റേഷൻ കടകൾക്കും അനുസരിച്ച് മാറാൻ സാധ്യതയുള്ളതിനാൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിൽ സ്ഥിരീകരിക്കുക. വെള്ള റേഷൻ കാർഡ്. വെള്ള കാർഡ് ഉടമകൾക്കും ഈ മാസം 4 കിലോ അരി, 4 കിലോ ആട്ട ലഭിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. ഈ വിഭാഗങ്ങളിലെ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന വിഹിതം സർക്കാർ ഉത്തരവുകളും സ്റ്റോക്ക് ലഭ്യതയും അനുസരിച്ചായിരിക്കും. റേഷൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ലഭിച്ച അളവ് പരിശോധിക്കുക. രസീത് വാങ്ങുക. പാക്കറ്റിൽ കേടുപാടുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കേന്ദ്ര സർക്കാർ റേഷൻ അരിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി കുടുംബാംഗങ്ങൾ വർഷങ്ങളായി ഉന്നയിച്ചിരുന്ന പരാതികളിൽ ഒന്നായിരുന്നു നുറുങ്ങിയ അരിയുടെ അളവ് കൂടുതലാണെന്ന്. ഈ സാഹചര്യത്തിൽ പുതിയ തീരുമാനം പച്ചരി നുറുങ്ങിയ അരിയുടെ പരമാവധി അളവാണ്, അതായത് 25% നിന്ന് 10% കുറയ്ക്കും. പുഴുക്കലരി നുറുങ്ങിയ അരിയുടെ അളവ് 16% നിന്ന് 6% കുറയ്ക്കും. ഇതിലൂടെ ഗുണമേന്മയുള്ള അരി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇനി ഗുണനിലവാരമില്ലാത്ത അരി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലാത്തയോ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതെയോ ആയ അരി പൊതുവിതരണവുമായി
ഉപയോഗിക്കാതെ എത്തനോൾ ഉൽപാദനത്തിനും കാലിത്തീറ്റ നിർമ്മാണത്തിനും ഉപയോഗിക്കാനാണ് തീരുമാനം. ഇതിലൂടെ പൊതുവിതരണ സംവിധാനത്തിലേക്ക് എത്തുന്ന അരിയുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോൾ മണ്ണെണ്ണ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു പ്രധാന വിവരം: ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കേരളത്തിൽ അനുവദിച്ച മണ്ണെണ്ണ വിഹിതത്തിൽ ഏകദേശം 15.7 ലക്ഷം ലിറ്ററിന്റെ കുറവ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫലമായി മഞ്ഞക്കാടുകാർക്ക് 1 ലിറ്റർ, മറ്റ് കാടുകാർക്ക് 1/2 ലിറ്റർ എന്ന നിലയിലാണ് വിതരണം നടക്കുന്നത്. എന്തുകൊണ്ടാണ് മണ്ണെണ്ണ വിതരണം കുറയുന്നുള്ള ചോദ്യമുണ്ട്. വർഷങ്ങളായി LPG ഉപയോഗം വർദ്ധിച്ചതും മണ്ണെണ്ണയുടെ ആവശ്യകത കുറഞ്ഞതുമാണ് ഒരു പ്രധാന കാരണം. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന വിതരണ നയപ്രകാരവും ഓരോ സംസ്ഥാനത്തിനും അനുവദിക്കുന്ന വിഹിതത്തിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ഇത് ഉപഭോക്താക്കളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള നയപരമായ വിഷയമാണ്. ഇപ്പോൾ ഏറെ പേർ ചോദിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് വരാം. സാമ്പത്തികമായി അർഹരായ ചില കുടുംബങ്ങൾക്ക് നീല അല്ലെങ്കിൽ വെള്ള കാർഡിൽ നിന്ന് പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. ഇതിനായി സർക്കാർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വരുമാനത്തിൽ കുറവുണ്ടായതിനാൽ അർഹരായ തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന പദ്ധതി തുടരുന്നു. ഈ സഹായം കുടുംബങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അർഹതയും വിതരണ രീതിയും ബന്ധപ്പെട്ട വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും. ഇനി വേറൊരു പ്രധാന കാര്യത്തിലേക്കാണ്. കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വിവാഹ ചെലവ് വലിയ ബാധ്യതയാകാറുണ്ട്. ഈ സാഹചര്യം പരിഗണിച്ച് വിവിധ സർക്കാർ വകുപ്പുകളും വികസന കോർപ്പറേഷനുകളും വിവാഹ ആവശ്യങ്ങൾക്കായി ധനസഹായം, വായ്പ, ഗ്രാന്റ് എന്നിവ നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഓരോ പദ്ധതിയും വ്യത്യസ്ത അർഹതാ മാനദണ്ഡങ്ങളും അപേക്ഷാ നടപടികളും ഉണ്ടായിരിക്കും. ഇപ്പോൾ അവയെ ഓരോന്നായി നോക്കാം. സാമൂഹ്യ നീതി വകുപ്പിന്റെ പരിണയം പദ്ധതി. ഈ പദ്ധതി സാമൂഹികമായി പിന്നോക്കം സാഹചര്യത്തിലുള്ള അർഹരായ ഗുണഭോക്താക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. അപേക്ഷ നൽകുമ്പോൾ സാധാരണയായി ആവശ്യമായ രേഖകൾ: ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകൾ, മറ്റ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ. സഹായം അനുവദിക്കുന്നതിന് മുൻപ് അപേക്ഷയും രേഖകളും പരിശോധിക്കപ്പെടും. ഇനി രണ്ടാമത്തെ കാര്യമാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ മംഗല്യ സമുന്നതി പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹരായ മുന്നോക്ക സമുദായ കുടുംബങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതികളിൽ ഒന്നാണിത്. അർഹത, വരുമാന പരിധി, അപേക്ഷ നടപടികൾ എന്നിവ ബന്ധപ്പെട്ട കോർപ്പറേഷന്റെ നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും. മൂന്നാമത്തെയാണ് പട്ടികജാതി വികസന കോർപ്പറേഷന്റെ ഒരു പദ്ധതിയാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അർഹരായ കുടുംബങ്ങൾക്ക് വിവാഹ ധനസഹായം അല്ലെങ്കിൽ ഗ്രാന്റ് നൽകുന്ന പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്നുണ്ട്. അപേക്ഷകൾ സംബന്ധിച്ച വിവരങ്ങൾ ജില്ലാ ഓഫീസുകൾ വഴിയോ ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയോ സ്വീകരിക്കാം. ഈ നാലാമത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സുമിത്രം പദ്ധതി. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അർഹരായ കുടുംബാംഗങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി വായ്പാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് സുമിത്രം. വായ്പ അനുവദിക്കുന്നതിന് മുൻപ് അപേക്ഷകളും രേഖയും പരിശോധിക്കാം. ഇനി അഞ്ചാമത്തെയാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ മാംഗല്യം പദ്ധതി. വിവാഹ സഹായവുമായി ബന്ധപ്പെട്ട വിവിധ ക്ഷേമ പദ്ധതികളിൽ ഈ വകുപ്പിനും പ്രധാന പങ്കുണ്ട്. യോഗ്യത, അപേക്ഷ, സഹായത്തിന്റെ സ്വഭാവം എന്നിവ കാലാകാലങ്ങളിൽ പുതുക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ ഉറപ്പാക്കുന്നത് നല്ലതാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യമാണ് LPGക്ക് പകരം എത്തനോൾ ഇന്ധനം വരുമോ എന്നുള്ളത്. കേന്ദ്ര സർക്കാർ ഭാവിയിൽ എത്തനോൾ അടിസ്ഥാനമാക്കിയുള്ള പാചക ഇന്ധനം വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വിവിധ ഏജൻസികളുമായി ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് ഇപ്പോൾ ഗവേഷണവും വികസനവും നടപ്പാക്കുന്ന ഘട്ടത്തിലാണ്. എത്തനോൾ ഒരു ജൈവ ഇന്ധനമാണ്. ഇത് പ്രധാനമായും കരിമ്പ്, ചോളം, മറ്റ് കാർഷിക അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോളിൽ എത്തനോൾ കലർത്തുന്ന E20 പോലുള്ള പദ്ധതി ഇതിനോടകം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ അനുഭവം അടിസ്ഥാനമാക്കി പാചക ആവശ്യങ്ങൾക്കായി ഈ ഒരു ഇന്ധനം പരീക്ഷിക്കാമെന്നാണ് പറയുന്നത്. എത്തനോൾ സ്റ്റവ് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള ചോദ്യമുണ്ട്. LPG സ്റ്റവിൽ എത്തനോൾ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ ഒരു പ്രത്യേകതരം രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റവ് ആയിരിക്കും വേണ്ടിയത്. എത്തനോൾ സ്റ്റവ് സുരക്ഷിതമായ ഇന്ധന സംഭരണ സംവിധാനമാണ്, പ്രത്യേക ബർണർ സാങ്കേതിക വിദ്യയാണ് എന്നിവ ഈ ഒരു സ്റ്റവിന് ആവശ്യമാണ്. ഇവ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പദ്ധതി ഒരേ സമയം എല്ലാ വീടുകളിലേക്കും എത്തില്ല. ആദ്യ ഘട്ടങ്ങളിൽ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, വലിയ ക്യാൻറ്റീനുകൾ, വാണിജ്യ അടുക്കളകൾ എന്നിവിടങ്ങളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗം പരിഗണിക്കുന്നത്. ഈ ഘട്ടം വിജയകരമായാൽ പിന്നീട് ഗാർഹിക ഉപയോഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കും.
LPG സിലിണ്ടർ ഉടൻ നിർത്തുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതാണ് പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യം. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ LPG ഉടൻ നിർത്തണമെന്നുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല. എത്തനോൾ പാചക ഇന്ധന പദ്ധതി ഇപ്പോഴും ഗവേഷണ വികസന അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് വീടുകളിൽ LPGക്ക് പകരം എത്തനോൾ എത്തുമെന്ന് ഉടൻ തന്നെ കരുതേണ്ടതില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൽ കൂടുതൽ ഉപകാരപ്പെട്ട വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വിശദാംശമായ വീഡിയോ ഞാൻ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പദ്ധതിയെക്കുറിച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇതിൽ എനിക്ക് പറയാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഇപ്പോൾ നിർത്തുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട പദ്ധതി, എല്ലാവർക്കും ഗുണമാകുന്ന ഒരു പദ്ധതി ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മൊത്തമായി ഇതെല്ലാം പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.